പുതിയ മാസത്തിന്റെ പ്രാരംഭ നിമിഷങ്ങളിൽ ഹല്ലേലൂയ കഴിഞ്ഞ 4 മാസം ഹല്ലേലൂയ ദൈവം തന്റെ അത്ഭുതമായ കരങ്ങളിൽ നിങ്ങളെ വഹിച്ചില്ലേ? हालेलुया। इस महीना का शुरुआती दिनों में हम पीछे मुड़ के देखने के समय पिछले 4 महीना परमेश्वर ने अपने हाथों में अपने अद्भुत रीति से चलाया है। ഈ ഗാനത്തിൽ പറയുന്നോണം തള്ളിപ്പോകാമായിരുന്ന സ്ഥാനത്തും ഹല്ലേലൂയ ഒരപ്പന്റെ സ്നേഹം നിങ്ങളെ തന്ന് നിങ്ങളെ കരങ്ങളിൽ വഹിച്ചില്ലേ? ഹല്ലേലൂയ। जैसे इस गीत में गीत गाने लिखा है, जब हम नष्ट होने पर था लेकिन परमेश्वर ने हमें नष्ट होने नहीं दिया, अपने अद्भुत हाथों में संभाला है। താളടിയായി പോകാം 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 എന്ന് പലരും പറഞ്ഞപ്പോൾ ഹല്ലേലൂയ कई लोगों ने हमारा विरुद्ध में इस प्रकार बोला, वो नष्ट हो जाएगा, नष्ट हो जाएगा, नष्ट हो जाएगा। ഇന്ന് ആരോ എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ആരോ ഹല്ലേലൂയ താളടിയായി പോകുമെന്ന് പലരും പറയുമ്പോൾ ഹല്ലേലൂയ ഇതാ ഒരു അത്ഭുതകരം നിങ്ങളെ തേടി വരുന്നു। मुझे सुनने वाला एक व्यक्ति से हम इस प्रकार कहना चाहते हैं, आपको लोग कहते होगा आप नष्ट हो जाएगा, आप इधर खत्म हो जाएगा, लेकिन आपके लिए एक अद्भुत हाथ बढ़ रहा है। ഇതാ പരിശുദ്ധാത്മാവ് പറയുന്നു നിങ്ങൾ താളടിയായി പോവുകയില്ല। इधर पवित्र आत्मा इस प्रकार कहते हैं, आप कभी नष्ट नहीं होगा, आप खत्म नहीं होगा। ഹല്ലേലൂയ ഇവിടെ ഇങ്ങനെയാണ് പറയുന്നത്, താളടിയായി പോകാതെ തന്റെ ഭുജത്തിൽ വഹിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ വലിയൊരു കരം ഇതാ നിങ്ങളെ സമീപിച്ചിരിക്കുന്നു। और पवित्र आत्मा अपने अद्भुत हाथों से संभालते हैं, आपको नष्ट होने के लिए परमेश्वर नहीं देगा। ഞാൻ ഇന്ന് ഇവിടെ എടുക്കാൻ ഉദ്ദേശിക്കുന്ന വേദഭാഗം मैं इस प्रकार आज वचन से मनन कर रहा था। എബ്രായർക്ക് എഴുതിയ ലേഖനം അതിന്റെ 12-ാം അധ്യായം इब्रानियों की पत्री 12 अध्याय से അതിന്റെ 1, 2, 3 വാക്യങ്ങളാണ്। उसका पहला, दूसरा और तीसरा वचन से हम मनन करेंगे। അവിടെ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, वहाँ इस प्रकार लिखा है, ആകയാൽ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക। उधर लिखा है, और विश्वास के कर्ता और सिद्ध करने वाला यीशु की ओर ताकते रहे। 1-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ആകയാൽ സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക। और पहला वचन में लिखा है, तो आओ हर एक रोकने वाले वस्तु और उलझाने वाला पापों को दूर करके वो दौड़ जिसने हमें रखा गया उसके लिए दौड़े। 2022 പരിശുദ്ധാത്മാവ് എന്നോട് പേഴ്സണലായി ഇടപെട്ട ഒരു വാക്യമാണ്, ഒരു ഭാഗമാണ് ഇങ്ങനെ, 2022 is the year of faith and consistency। 2022 में पवित्र आत्मा ने ये वचन हमें दिया था और पवित्र आत्मा में याद दिलाया था कि 2022 एक विश्वास का और उसकी ओर स्थिरता के साथ दौड़ने वाला एक साल होगा। അതെ 2020, 21, 22 കാലങ്ങളിൽ എന്തിനേറെ ഇന്നു പോലും അനേക ആളുകൾ വിശ്വാസത്തിൽ നിന്ന് പുറകോട്ട് പോകുന്ന ഒരു കാഴ്ച നമുക്ക് കാണുവാൻ സാധിക്കും। पिछले सालों में खास करके 2020 से लेकर 22 तक देखने के समय कई लोग अपना विश्वास को त्याग कर पीछे मुड़ गया है। ജീവിതത്തിന്റെ പല കഠിന പ്രതിസന്ധിയുടെ നടുവിലും നീറുന്ന പ്രശ്നത്തിന്റെ നടുവിലും തങ്ങൾ മുറുകെ പിടിച്ചിരുന്ന വിശ്വാസത്തെ സംശയിച്ചുകൊണ്ട് പലരും വിശ്വാസത്തിൽ നിന്ന് പിന്മാറിപ്പോകുന്ന ഒരവസ്ഥയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്। पिछले दिनों में हमने देखा कई लोग अपने कष्ट बढ़ने से, अपने सताव बढ़ने से, अपने परेशानियों को देखने के समय और अपने विश्वास को त्याग कर पीछे मुड़ गया है। പല പ്രശ്നങ്ങളും പേമാരി പോലെ പെയ്തിറങ്ങിയപ്പോൾ ഹല്ലേലൂയ അനേകർ തങ്ങളുടെ വിശ്വാസത്തിൽ നിന്നും പിന്മാറി പോകുവാനിടയായി। जब क्लेश बढ़ गया, जब सताव बढ़ गया, जब विश्वास का परख समय था, सब लोग विश्वास त्याग कर पीछे मुड़ गया। പലരും തങ്ങളുടെ പാപങ്ങളിലും തങ്ങളാകുന്ന ജീവിത ഭാരങ്ങളുടെ നടുവിലും മുറുകപ്പെട്ട് ചുറ്റപ്പെട്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നു അതിനെയെല്ലാം വിട്ടുകളക। कई लोग जो बोझ से दबे हुए, जो पाप से दबे हुए, जो रोकने वाले बातों से दबे हुए, उन लोगों को पवित्र आत्मा याद दिलाते हैं, उन सारे रोकने वाला वस्तुओं को छोड़कर और आगे बढ़े। അതേ ഒരു കുഞ്ഞിക്കിളി താൻ ആയിരിക്കുന്ന കൂട്ടിൽ അടയ്ക്കപ്പെട്ടിരിക്കുന്നത് പോലെ അനേകം ആളുകൾ ഇന്നിത് ശ്രവിക്കുമ്പോൾ और इस प्रकार एक पक्षी जब पिंजरे में बंद है उस विधि से അത് വിചാരിക്കുന്നു താൻ ആയിരിക്കുന്ന ആ കുഞ്ഞു കൂട്ടിലാണ് തന്റെ വാസമെന്ന്, തന്റെ പ്രപഞ്ചമെന്ന്। और उस पिंजरे में बंद पक्षी इस प्रकार सोचते हो वही पिंजरा उसके लिए पूरा दुनिया है। ബന്ധുര കാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം തന്നെ പാരിൽ എന്ന് പറയുന്നത് പോലെ ഹല്ലേലൂയ എന്നൊക്കെ കാര്യങ്ങൾ ആ കൂട്ടിൽ ഉണ്ടാ എന്ന് പറഞ്ഞാലും ഹല്ലേലൂയ തനിക്ക് നേരിടുന്ന, തനിക്ക് ദൈവം കരുതി വെച്ചിരിക്കുന്ന ഒരു പ്രപഞ്ചത്തിലേക്ക് പറന്നു പോകുവാൻ അതിന് സാധിക്കുന്നില്ല। देखिए उस पिंजरे के अंदर कई वस्तु
वस्तुएं जो उसको उसके लिए है, लेकिन फिर भी वो पिंजरे के अंदर बंद है और एक बंधुआई के अंदर है। परमेश्वर ने जो आजादी उसके लिए रखा था, जो एक दुनिया उसके लिए सृष्टि किया था, उस सृष्टि का आनंद वो उठा नहीं पा रहा है। കേൾക്കുന്ന ആരെങ്കിലും ഇത് ഇങ്ങനെ ഒരു അവസ്ഥയിലായിരിക്കുന്നുവെങ്കിൽ പരിശുദ്ധാത്മാവ് നിങ്ങളെ ഇങ്ങനെ ഒരു അവസ്ഥയിൽ ഇരിക്കുവാനല്ല തിരഞ്ഞെടുത്തിരിക്കുന്നത്, പിന്നെയോ ദൈവത്തിന്റെ പദ്ധതിയിലേക്ക് നിങ്ങൾ മുന്നിട്ടിറങ്ങുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ പറ്റി ആഗ്രഹിക്കുന്നു. पवित्र आत्मा आपके लिए एक योजना रखती है। आप इस प्रकार एक पिंजरे में बंद अवस्था में होगा। पवित्र आत्मा आपको उस पिंजरे में बंद अवस्था में देखना नहीं चाहता। पवित्र आत्मा की उस आजादी की ओर आपको लेकर जाना चाहते हैं। അതേ, നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന ഭാരവും പാപവും മുറുകെ പറ്റുന്ന സകല പാപത്തിന്റെ ചങ്ങലകളും വിടണം. എവിടെ വിടണം? കാൽവറി ക്രൂശിൽ വിടണം. और आपको रोकने वाला हर एक बात, आपको खींचने वाला हर एक बात, आपको पीछे मुड़ने वाला हर एक बातों को आप छोड़ देना है। कहां छोड़ देना है? उस क्रूस के ऊपर आप सब सारे पापों को छोड़ देना है। യേശു ക്രിസ്തുവിനെ പരസ്യകോലമായി ദൈവം നിർത്തിയിരിക്കുമ്പോൾ ഇന്നും പലരും അജ്ഞതയോടെ ജീവിക്കുന്നു യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണത്തെ പറ്റി. और यीशु मसीह को हमारे सामने एक गवाह के तौर पे रखा गया है, फिर भी उस यीशु मसीह को जाने बिना अनजाने में कुछ लोग फिर रहा है। ലോകത്തിലെ ആർക്കും തരാൻ കഴിയാത്ത ഒരു ഗ്യാരണ്ടി ആയിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങളുടെ പാപവും ഭാരവും എന്റെ മേൽ ഇട്ടുകൊള്ളുക എന്ന് പറയുന്നത്. उस दुनिया का कोई भी लोग आपको गारंटी नहीं दे सकते हैं कि आपका बोझ, आपका पाप मेरे ऊपर डाल दे। മത്തായി 11:28 ഇങ്ങനെ പറയുന്നു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായ എല്ലാവരുമേ എന്റെ അടുക്കൽ വരുവീൻ. मत्ती रचित समाचार 11:28 में लिखा है, जो बोझ से दबे हुए, जो परिश्रम करने वाले लोग हैं, वो मेरे पास आए। അതേ, ഒരു കാര്യം മാത്രം നിങ്ങൾ ഇന്ന് ചെയ്യണം, കർത്താവിന്റെ സന്നിധിയിലേക്ക് മടങ്ങി വരിക. और एक बात केवल आपको करना है, वो यही है कि परमेश्वर के निकट में लौटाना। ദൈവത്തിന്റെ സന്നിധിയിലേക്ക് മടങ്ങി വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ സകല ഭാരവും രോഗത്തിന്റെ സകല ശക്തികളും നിങ്ങളെ ഇന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്ന സകല പൈശാചിക മണ്ഡലങ്ങളും നിങ്ങളെ വിട്ടുപോകുവാനിടയാകും. यदि आप परमेश्वर यीशु मसीह के निकट में आएंगे, आपके ऊपर काबू रखने वाला हर एक बीमारी, आपको मुरझाने वाला हर एक बात, वो आपसे दूर हो जाएगा। നിങ്ങൾ ലോകത്തിലേക്ക് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ ആരെയും മാതൃകയായിട്ട് കാണുവാൻ സാധിക്കുന്നില്ല. इस दुनिया में अपने आप को नमूने के तौर में आप कोई भी नहीं पा सकते हैं। ദൈവം ഒരു മാതൃക മാത്രം നിങ്ങളുടെ മുന്നിൽ വെച്ചിരിക്കുന്നു, അത് യേശു ക്രിസ്തുവിനെയാണ്. आपके सामने केवल एक ही आदर्श पुरुष को परमेश्वर ने रखा है, एक ही नमूना को आपका सामने रखा है, वो प्रभु यीशु मसीह है। നിങ്ങൾക്ക് പിന്തുടരാൻ വേണ്ടി യാതൊരു മാതൃകയും ഇന്ന് ഈ ലോകത്തിലില്ല. ഒരേ ഒരു മാതൃക മാത്രം, അത് യേശു ക്രിസ്തുവിന്റെ കാൽവറി ക്രൂശ് മരണം മാത്രം. और आपको पीछा करने के लिए, आपको आदर्श पुरुष बनाने के लिए कोई भी इस दुनिया में नहीं, केवल यीशु मसीह ही हमारा आदर्श पुरुष है। അതേ, ഇങ്ങനെ പറയുന്നു യോഹന്നാൻ എഴുതിയ സുവിശേഷം 7-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നു, എല്ലാവരും ദാഹിക്കുന്ന എല്ലാവരും എന്റെ അടുക്കലേക്ക് കടന്നു വരിക. और यूहन्ना रचित समाचार 7 अध्याय में इस प्रकार कहते हैं, जो प्यास है वो मेरे निकट में आए। എല്ലാവരും എന്റെ അടുക്കലേക്ക് കടന്നു വരിക. जो प्यास से है वे लोग मेरे निकट में आए। കടന്നു വരുന്ന ആരെയും തള്ളിക്കളയുന്ന ഒരു കർത്താവല്ല എനിക്കും നിങ്ങൾക്കും വേണ്ടി ജീവിക്കുന്നത്. जो निकट आते उनको त्याग देने वाला परमेश्वर नहीं हमारा परमेश्वर, जो निकट आ रहे उनको अपनाने वाला परमेश्वर है हमारा അതോ परमेश्वर। നിങ്ങൾക്ക് വേണ്ടി ആവശ്യമുള്ള ദാഹജലം, ഹല്ലേലൂയ, ലോകത്താർക്കും പ്രൊവൈഡ് ചെയ്യാൻ കഴിയാത്ത വിധത്തിലുള്ള വലിയൊരു ഒഴുക്ക് കർത്താവ് നിങ്ങൾക്ക് വേണ്ടി തരും. आपकी प्यास को बुझाना परमेश्वर के हाथ में है। आपको एक ऐसी बहाव की ओर लेकर जाएगा, ऐसे एक बहाव की ओर लेकर जाएगा जो कोई भी दुनिया में नहीं दे सकते हैं। ഒരു കാര്യം മാത്രം, കർത്താവിന്റെ സന്നിധിയിലേക്ക് മടങ്ങി വരിക. एक ही बात हमें ध्यान देना है कि हम परमेश्वर के निकट में लौटाना। 3-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുകൊള്ളുവീൻ. और तीसरा इब्रानियों की पत्री 12:3 में लिखा है, इसलिए उस पर ध्यान करो जिसने अपने विरोध में पापियों को इतना विरोध सह लिया कि तुम निराश होकर साहस ना छोड़ दो। അതെ, പല പ്രശ്നങ്ങളും പ്രതിസന്ധികളും നിങ്ങൾ ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന മുറുകെ പറ്റുന്ന പാപങ്ങളും നിങ്ങളെ ക്ഷീണിപ്പിച്ചേക്കാം. देखिए, कई परेशानी आपको
पीछे की ओर ले सकते हैं, कई पाप आपको नष्ट कर सकते हैं। ക്ഷീണിച്ച് 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 അവസാനം ഈ വിശ്വാസത്തിൽ തന്നെ മടുപ്പ് തോന്നിയേക്കാം. तक कर और आप विश्वास को भी छोड़ दे, इस प्रकार की अवस्था में आप പക്ഷേ അതിന്റെ മുന്നിലെല്ലാം നിങ്ങൾക്ക് കാണേണ്ട ഒരേ ഒരു ചിത്രം മാത്രം കർത്താവിന്റെ കുരിശു മരണം. उन सारे परिस्थिति के अंदर भी केवल आपको एक की ओर दृष्टिकोण करना है, वो केवल यीशु मसीह की क्रूस है। കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് കടന്നു വന്നപ്പോൾ അനേകർ കർത്താവിനോട് ചോദിച്ചു, നീ ഒരു ദൈവപുത്രനാണോ, നീ ഒരു ദൈവപുത്രനാണോ, എന്തിനേറെ ക്രൂശിൽ കയറിയപ്പോൾ പോലും നീ ഒരു ദൈവപുത്രനാണോ എന്ന് പലരും പറഞ്ഞ് അപമാനിച്ചു. यीशु मसीह जब इस दुनिया में जिया था, कई लोग यीशु मसीह से प्रश्न किया कि क्या तुम परमेश्वर के संतान है, परमेश्वर के पुत्र है, क्यों ना हो। क्रूस के अवस्था में भी यीशु मसीह को कई लोगों ने पूछा कि क्या तुम परमेश्वर का संतान है। അതുകൊണ്ട് നിങ്ങൾ ഇന്ന് കടന്നു പോകുന്ന എല്ലാ പ്രശ്നങ്ങളും കർത്താവും അഭിമുഖീകരിച്ചുകൊണ്ട് ഇന്ന് ഇവിടെ നിൽക്കുകയാണ്. और आप जिस परेशानी के अंदर से गुजरा है, वो सारे परेशानियों को भी यीशु मसीह ने भी अपने जीवन में अनुभव किया था। അതെ, കർത്താവ് നിങ്ങൾ ഇന്ന് കടന്നു പോയിരിക്കുന്ന എല്ലാ പ്രശ്നത്തിൽ കൂടെയും അപമാനത്തിൽ കൂടെയും വേദനയിൽ കൂടെയും ഹൃദയ നൊമ്പരങ്ങളിൽ കൂടെയും കർത്താവ് കടന്നു പോയിട്ടുണ്ട്. आप जो क्लेश से गुजरा है, आप जो सताव से गुजरा है, आप जो हृदय की पीड़ा से गुजरा है, हर एक पीड़ाओं में से यीशु मसीह भी गुजरा है। ദൈവമേ ദൈവമേ നീ എന്തിനെന്നെ കൈവിട്ടു എന്ന് പറയുന്ന സ്ഥിതി വരെ ഉണ്ടായി. और यीशु मसीह ने इतना तक बोला, हे परमेश्वर मुझे क्यों छोड़ दिया। പക്ഷേ അപ്പനുമായിട്ടുള്ള ഒരു വലിയ സ്നേഹബന്ധം കർത്താവിനെ കുരിശുമരണത്തിനപ്പുറവും അനേക പാപികൾക്കുള്ള മോചനം വരെ എത്തിച്ചു. और यीशु मसीह परमेश्वर पिता के साथ एक संबंध उस क्रूस के बाद भी और अनेकों के उद्धार के कारण तक ले पहुंचा। അതേ, കർത്താവുമായുള്ള ഒരു ബന്ധം, കർത്താവുമായുള്ള ഒരു എൻകൗണ്ടർ നിങ്ങൾക്ക് ഇന്ന് രാത്രി ഇത് ശ്രവിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇന്ന് ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾ ഇന്ന് ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് നിങ്ങൾ എഴുന്നേൽക്കും. और यदि आप इस प्रकार परमेश्वर के साथ एक मुलाकात को प्राप्त करेंगे, तो आप जिस परिस्थिति में उस परिस्थिति से परमेश्वर आपको खड़ा करेगा। അതേ, പരിശുദ്ധാത്മാവ് പറയുന്നു, ഇന്ന് അനേകർ വിശ്വാസത്തിൽ നിന്ന് പുറകോട്ട് പോകുന്നു. എന്തുകൊണ്ട്? കർത്താവുമായി ഒരു പേഴ്സണൽ എൻകൗണ്ടർ എന്ന് പലർക്കും ലഭിച്ചിട്ടില്ല. पवित्र आत्मा इस प्रकार कहना चाहते हैं, कई लोग विश्वास को त्याग कर पीछे मुड़ रहा है। क्यों मुड़ रहा है? क्योंकि परमेश्वर के साथ एक व्यक्तिगत मुलाकात नष्ट हो गया है। അതേ, പരിശുദ്ധാത്മാവുമായി ദൈവവുമായി ഒരു എൻകൗണ്ടറിലേക്ക് നിങ്ങൾ മടങ്ങി വന്നാൽ നിങ്ങളുടെ ജീവിത പ്രതിസന്ധികൾ, നിങ്ങളുടെ ജീവിത ഭാരങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തെ മുക്കിക്കളയുകയില്ല. यदि परमेश्वर की ओर लौट कर आएंगे, परमेश्वर के साथ एक व्यक्तिगत मुलाकात में आप रहेंगे, तब आपकी कोई भी पाप, आपकी कोई भी परिस्थिति आपको नष्ट नहीं कर सकता है। അതേ, പരിശുദ്ധാത്മാവ് പറയുന്നു, വിശ്വാസത്തിൽ സ്ഥിരതയോടെ മുന്നോട്ട് പോവുക. और पवित्र आत्मा में याद दिलाते हैं, विश्वास में धीरज के साथ, स्थिरता के साथ आगे बढ़ना है। അതിന് നിതാന്തമായി ഞാനൊരു വേദഭാഗം ഇവിടെ വായിക്കുവാനിടയാകുന്നു. ലൂക്കോസിന്റെ സുവിശേഷം അതിന്റെ 19-ാം അധ്യായം, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന और വേദഭാഗം. लूका समाचार 19वां अध्याय की ओर हम आपके ध्यान को आमंत्रित करते हैं। അവിടെ ഒരു മനുഷ്യനെ പറ്റി പറയുന്നു, സക്കായി എന്നൊരു മനുഷ്യനെ പറ്റി. उधर जकाई नामक एक व्यक्ति के बारे में हम सीखते हैं। അവനെ പറ്റി ധാരാളം പ്രത്യേകതകൾ അവിടെ പറയുന്നുണ്ട്. എന്താണെന്ന് അറിയാമോ? അവൻ ചുങ്കക്കാരിൽ പ്രമാണിയും ധനവാനുമായ ഒരു മനുഷ്യനായിരുന്നു. और उसके बारे में वचन इस प्रकार कहते हैं, उनकी खूबी के बारे में वचन इस प्रकार कहते हैं, वो चुंगी लेने वाला और चुंगी लेने वालों का प्रधान था। അതേ, അവനൊരു യഹൂദനായിരുന്നെങ്കിലും ഒരു പ്രമാണി ആയിരുന്നെങ്കിലും താൻ ആയിരിക്കുന്ന സമൂഹത്തിൽ യാതൊരു ഉപകാരവും ചെയ്യാത്ത ഒരു മനുഷ്യനായിരുന്നു സക്കായി. जकाई के जीवन से हम देखा जाए, जकाई भले ही एक यहूदी था, भले ही वो एक प्रधान था, लेकिन अपने समाज के लिए उसके द्वारा कोई गुण नजर नहीं आ रहा था। അതിന് കാരണം മറ്റൊന്നുമല്ല, അതിന്റെ 3-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അവൻ വളർച്ചയിൽ വളരെ കുറിയവനായിരുന്നു. उसको कारण को और कुछ नहीं है, उसका 3रा वचन में इस प्रकार लिखा है, वो दिखने में एक नाटा व्यक्ति था। അവൻ വളർച്ചയിൽ കുറിയവനായതുകൊണ്ട് അവൻ പല വഴികൾ സ്വീകരിച്ചു സമൂഹത്തിൽ പ്രസിദ്ധനാകുവാൻ. और वो नाटा था, वो अपने आप को प्रसिद्ध करने के लिए कई बातों को, कई प्रयासों को उन्होंने किया था। താൻ ജീവിതത്തിൽ അനുഭവിച്ചു
വന്ന തന്റെ ശാരീരിക ബുദ്ധിമുട്ടുകളെ അതിനെല്ലാം എതിർത്ത് അതിനെല്ലാം അഭിമുഖീകരിച്ച് മുന്നോട്ട് പോകുവാനായി അവനൊരു വഴി കണ്ടെത്തി എങ്ങനെയെങ്കിലും പ്രസിദ്ധനാകുക. और अपने आप को प्रसिद्ध करने के लिए अपने नाटापन को खत्म करके आगे बढ़ने के लिए उन्होंने कई प्रयास किया. അതേ ഇന്ന് ജീവിത സാഹചര്യത്തിൽ ആരെങ്കിലും പ്രശ്നത്തിന്റെയും പ്രതിസന്ധിയുടെയും സാഹചര്യത്തിൽ ആയിരിക്കുന്നവർ ഒരു മുഖം മൂടി ധരിച്ചുകൊണ്ട് എങ്ങനെയെങ്കിലും മുന്നോട്ട് പോകും എന്ന് ആഗ്രഹിച്ച് മുന്നോട്ട് പൊക്കോണ്ടിരിക്കുന്നവർ ഒരു കാര്യം ശ്രദ്ധിക്കുക, ദൈവത്തിന്റെ അടുക്കലേക്ക് നിങ്ങൾ മടങ്ങി വരിക. यदि आप अपने आप को अपनी जो खूबी नहीं है, जो असामर्थ्यता है, जो आपकी कमियां है, उसे छिपा कर आगे बढ़ने का प्रयास करते हैं, ऐसे लोगों के लिए परमेश्वर का वचन यही है, अपने नकाब को उतार कर परमेश्वर के निकट में आए. നിങ്ങൾ ഇന്ന് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന പല വഴികളും നിങ്ങളുടെ ദാഹം തീർക്കുകയില്ല. आपकी कमजोरी को छिपाने के लिए आपने जो जो रास्ता सामने रखा है, वो कोई भी रास्ता आपके लिए आगे नहीं बढ़ा पाएगा. നിങ്ങളുടെ ദാഹം തീർക്കുവാനായിട്ട് ഒരേ ഒരു വഴി മാത്രമേ ഉള്ളൂ, അത് യേശു ക്രിസ്തുവുമായുള്ള ഒരു എൻകൗണ്ടർ ബന്ധമാണ്. आपकी प्यास केवल यीशु मसीह बुझा सकते हैं, इसलिए यीशु मसीह के साथ एक व्यक्तिगत मुलाकात आज रात को आपको होना है. അതെ, അവൻ പല വഴികളും സ്വീകരിച്ച് അവൻ മുന്നോട്ട് പോവുകയാണ്. कई रास्ता को सामने रखते हुए वो व्यक्ति जकाई आगे बढ़ रहा था. പക്ഷേ അവന്റെ ജീവിതത്തിൽ എവിടെയോ ഒരു വളരെ ഡ്രൈനസ്, എവിടെയോ ഒരു വലിയ വരൾച്ച അവൻ കാണുവാനായിട്ടിടയായി. जकाई अपने जीवन में देखा कि कहीं ना कहीं कमजोरियां आगे नहीं बढ़ पा रहे, ऐसे एक अवस्था उनके जीवन में था. അതിൽ നിന്നെല്ലാം ഒരു വ്യത്യാസം വരണമെന്ന് അവൻ തീരുമാനിച്ചു. उन सारे परिस्थितियों से एक बदलावट को वो चाहता था. അതാ ഇവൻ ഒരു വ്യക്തിയുടെ ശബ്ദം കേൾക്കുന്നു, യേശു ക്രിസ്തു അതുവഴിയെ കടന്നു വരുന്നു. उसी समय उसने इस प्रकार के शब्द सुना कि यीशु नासरी उसकी ओर से उस शहर की ओर से जा रहा है. അതേ, വാതിലും ജീവനുമായിട്ടുള്ള യേശു ക്രിസ്തുവിനെ ഞാൻ ഇന്ന് മുഖാമുഖം കാണും എന്നൊരു പ്രത്യാശ, എന്നൊരു വിശ്വാസം, എന്നൊരു തീരുമാനം അവൻ എടുത്തു. और यीशु मसीह को देखने के लिए, यीशु मसीह जो मार्ग और सत्य जीवन है, उनको देखने के लिए एक निर्णय इस जकाई ने उस समय लिया. അവൻ ഒരു കാര്യം തീരുമാനിച്ചു, ഞാൻ മുന്നിലേക്ക് ഓടും. और उसने इस प्रकार एक बात ठान लिया कि मैं आगे और दौड़ता चलूंगा. അവൻ താൻ ആയിരിക്കുന്ന സാഹചര്യത്തിൽ നിന്നും ഇറങ്ങി उसने अपने परिस्थितियों से निकलकर അവിടെ ഓടുവാൻ ശ്രമിക്കുന്നു. और उधर दौड़ने का प्रयास कर रहा था. അതെ, അനേകം ആളുകൾ അവന് വിരോധമായിട്ട് ആ സ്ഥലത്തുണ്ട്. कई लोग उसकी विरुद्ध में उसको रोकने के लिए उस समाज में थे. സക്കായി പലർക്കും ദ്രോഹം ചെയ്ത് പലരും അവിടെ ഉണ്ട്. और जकाई ने कई लोगों को ताड़ना दिया, तो वे लोग भी उधर खड़े थे. പക്ഷേ ആ ദ്രോഹവും ഒന്നും അവൻ ചെവിക്കൊള്ളാതെ, തനിക്ക് എന്തെങ്കിലും വന്നു ഭവിക്കുമോ എന്ന് അവൻ ചെവിക്കൊള്ളാതെ അവൻ മുന്നോട്ട് ഓടുകയാ. ताड़ना को ध्यान ना देते हुए, लोग मेरे बारे में क्या सोचेगा उसकी ओर ध्यान ना देते हुए वो आगे की ओर बढ़ता चला. അവൻ വളർച്ചയിൽ കുറിയവനാണ്. പലരും അവനെ ആക്രമിച്ചേക്കാമെന്ന് അവൻ ചിന്തിക്കുമ്പോൾ അതൊന്നും അവനൊരു വിഷയമല്ല. ഒരേ ഒരു ചിന്ത മാത്രം, കർത്താവിനെ കാണണം. वो शारीरिक रीति से भले ही वो नाटा था, लोग उसे रोक सकता था, लोग उसे मार सकता था, लेकिन उन सारे बातों को छोड़कर वो यीशु मसीह को देखना है, उसी बातों को और केंद्रित करके आगे बढ़ा. അവനെ കാണാൻ വേണ്ടി അവൻ ഓടി ഒരു കാട്ടത്തിയുടെ മേളിൽ കയറി അവൻ വരുന്ന വഴിയെ സക്കായി നിന്നു. और वो यीशु मसीह को देखने के लिए एक दौड़कर एक जंगली अंजीर के पेड़ में घुसकर बैठ गया. നിങ്ങളുടെ ജീവിതത്തിന്റെ വരൾച്ചയെ നിങ്ങൾക്ക് അഭിമുഖീകരിക്കണമോ, നിങ്ങൾക്കതിനെ മറികടക്കണമോ, ഒരേ ഒരു സൊല്യൂഷൻ, ഒരേ ഒരു പരിഹാരം കർത്താവിന്റെ പരിശുദ്ധാത്മാവിന്റെ യേശു ക്രിസ്തുവിന്റെ സന്നിധിയിലേക്ക് അവൻ വരുന്ന ഇടത്തിലേക്ക് നിങ്ങൾ മടങ്ങി വരിക. यदि आपकी कमजोरियों को दूर करके आगे बढ़ना है, यदि आपको रोकने वाला और एक बातों को छोड़कर आगे बढ़ना है, आपके लिए जरूरी है यीशु मसीह के करीब आए, पवित्र आत्मा के करीब आए, यीशु मसीह के निकटता की ओर लौट आए. അതേ, അവൻ നിങ്ങൾ കടന്ന് മടങ്ങി വരണം. 7 മർക്കോസ് 7 പറയുന്ന പോലെ നിങ്ങൾ കടന്ന് മടങ്ങി വന്ന് എന്നോട് കൂടെ ഇരുന്ന് കഴിഞ്ഞാൽ എന്നിൽ നിന്നും ജീവജലത്തിന്റെ നദികൾ ഒഴുകും. मरकुस ने जिस समाचार 7 अध्याय में जिस प्रकार बताया है, यदि जो व्यक्ति लौट आते हैं, जो यीशु मसीह के करीब आते हैं, उनके द्वारा उनके अंदर से एक जीवन की सोता निकल पड़ेगा. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 47-ാം അധ്യായത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, ആ നദിയുടെ അക്കരെയും ഇക്കരെയും
നിന്ന വൃക്ഷങ്ങളാണ് ഫലപുഷ്ടിമായി ഫലപ്രദമായിരുന്നത്. एजेकिएल की पुस्तक 47 अध्याय में हम देखते हैं जो उस पवित्र आत्मा की नदी के उस पार और इस पार था, उधर का वृक्ष उधर का पेड़ सब फल देने लगा. അല്ലാതെ ദൂരെ മാറി നിന്ന വൃക്ഷങ്ങൾക്കല്ല കർത്താവിന്റെ പരിശുദ്ധാത്മാവിന്റെ സ്പർശനം ഉണ്ടായത്. और जो पेड़ उस सोते से दूर था, जो सोते से बाहर थे, उस सोते में से बाहर रखने वाला कोई भी पेड़ में कोई भी फल नहीं नजर आया. അതേ അവൻ മടങ്ങി വന്നു. और वो व्यक्ति लौट आया. അതേ അവൻ മടങ്ങി വന്ന് അവിടെ കാട്ടത്തിയുടെ മുന്നിൽ ആ കാട്ടത്തിയുടെ മുകളിൽ ഇരിക്കുമ്പോൾ കർത്താവ് അവനെ കണ്ടു, അവനെ പേർ ചൊല്ലി വിളിച്ചു. और जकाई के बारे में देखने के समय जताई लौट आकर उस अंजीर के पेड़ में जब छुपे हुए थे, यीशु मसीह ने उन्हें देखा. 7-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, അവൻ പാപിയായ ഒരു മനുഷ്യനാണ്. और 7वां वचन में इस प्रकार देखते हैं, लोग उनके सामने कुटकुटाने लगा कि वो पापी मनुष्य है. യേശുക്രിസ്തുവിന്റെ അടുക്കൽ മടങ്ങി വന്നെങ്കിലും പലരും അവനെ വിളിക്കുന്നത് പാപി 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 എന്നാണ്. और यीशु मसीह के पास आने के बावजूद भी उसे देखने वाला लोग उनको बता रहा है, उनको बारे में कुटकुटा रहा है कि वो एक पापी मनुष्य है. പക്ഷേ അവൻ അവിടെ പറഞ്ഞ കമന്റുകളൊന്നും അവൻ ചെവിക്കൊള്ളാതെ അവൻ ഒരു കാര്യം മാത്രം കാണുന്നു, കർത്താവിന്റെ തേജസ്സുള്ള മുഖം. और उनके विरुद्ध में बोलने वाले हर एक कुटकुटा उनकी ओर उन्होंने कान नहीं लगाया. उन कुटकुटाने के बीच में भी उसने केवल यीशु मसीह की तेजोमय मुख को देखा. ആ കർത്താവിന്റെ തേജസ്സുള്ള ആ ഗ്ലോറി വെളിപ്പെട്ടിരിക്കുന്ന കർത്താവിന്റെ മുഖം കാണുമ്പോൾ തനിക്ക് ചുറ്റും ബാക്കിയുള്ളവർ പറയുന്ന യാതൊരു കമന്റുകളും അവൻ ചെവിക്കൊള്ളുന്നില്ല. और जब उनके विरुद्ध में सब लोग कुटकुटा रहे थे, उन सारे कुटकुटाने की ओर जकाई ने अपने कान नहीं लगाया, क्योंकि उनका चेहरा यीशु मसीह की जो तेजोमय चेहरा था उनकी ओर लगे हुए थे. അവൻ അവിടെ ബദ്ധപ്പെട്ട് ഇറങ്ങി വരികയാണ്. ആ ബദ്ധപ്പാടിനെ, അവന്റെ കഷ്ടപ്പാടിനെ കർത്താവ് മാനിക്കുവാനിടയായി. और उस पेड़ से जकाई चढ़कर और प्रयास करके नीचे उतर रहे, उनके प्रयास को, उनकी इच्छा को परमेश्वर देख लिया. അതേ നമുക്ക് കാണുവാൻ സാധിക്കും. ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ രണ്ട് പുത്രന്മാരുടെ കഥ നമുക്ക് അവിടെ കാണുവാൻ സാധിക്കും. और लूका रचित सुसमाचार में 15 अध्याय में 2 पुत्र के बारे में भी हम देखते हैं. അപ്പന്റെ സന്നിധിയിൽ നിന്നും ഓടിപ്പോയ പുത്രൻ തിരികെ മടങ്ങി വന്നപ്പോൾ അവനെ ആരും കാണാതെ ഹല്ലേലൂയ അവനെ പുതയ്ക്കുന്ന ഒരു പുതപ്പുണ്ട്, സ്നേഹത്തിന്റെ പുതപ്പ്. और उस 15 अध्याय में उड़ाव पुत्र के बारे में हम देखते हैं. उड़ाव पुत्र जब वापस लौट आया तो पिता ने उसकी ओर एक ओढ़नी ओढ़ा, एक चादर ओढ़ा, उसकी हर एक पाप को छिपा दिया. പാപിയാണെന്ന് ലോകം വിളിക്കുമ്പോഴും എന്തിനേറെ അവന്റെ സഹോദരൻ തന്നെ അവനെ വിളിക്കുമ്പോഴും അവനെ മറച്ചു പിടിക്കുന്ന ഒരു സ്നേഹമുണ്ട്. सारे दुनिया जब उसको केस रहा था, वो कुछ नहीं है, वो वापस लौट आया, वो तुच्छ है, लेकिन क्या उसके भाई भी उसको कोस रहा था, लेकिन उसके पिता ने उसे अपना लिया. ആ നീതീകരണത്തിന്റെ വസ്ത്രം ഇന്ന് ആർക്കെങ്കിലും ലഭിക്കണമെന്ന് ആഗ്രഹിക്കണമെങ്കിൽ ഹല്ലേലൂയ ഒരു കാരണം മാത്രം ചെയ്യുക, ഒരു കാര്യം മാത്രം ചെയ്യുക, കർത്താവിന്റെ സന്നിധിയിലേക്ക് മടങ്ങി വരിക. ऐसे एक धार्मिकता की ओर यदि आप इच्छुक रखते हैं, यदि वो धार्मिकता को प्राप्त करने के लिए आप इच्छुक है, आपको क्या करना है? परमेश्वर की ओर करीब आना है, परमेश्वर की ओर निकटता में आना है. അവിടെ ദൈവം നിങ്ങളെ സ്നേഹത്തിന്റെ ഒരു പുതപ്പ് കൊണ്ട് മൂടും. वहाँ परमेश्वर अपना प्रेम से अपे छिपाएगा. അതേ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഭാഗമാണ് 3 സ്നേഹിതന്മാരുടെ കഥ. और हम सब लोग जानने वाले एक भाग है 3 दोस्त लोगों के बारे में. അവിടെ ഒരു സ്നേഹിതൻ അർദ്ധരാത്രി തനിക്ക് വേണ്ട ആവശ്യം പറയുവാനായി തന്റെ രണ്ടാമത്തെ സ്നേഹിതന്റെ അടുക്കലേക്ക് പോവുകയാണ്. वहाँ हम देखते हैं एक दोस्त अपने दोस्त के भोजन के लिए एक दूसरे दोस्त को घर में जा रहा है. അവിടെ എന്താണ് സിറ്റുവേഷൻ? അവിടെ അർദ്ധരാത്രിയാണ്. वहाँ एक बड़ी अंधेरा छा गया, एक रात के समय था. തനിക്കൊരു ഭക്ഷണം കിട്ടുമോ എന്ന് ഒരു പ്രതീക്ഷയുമില്ല. उसको कोई भोजन मिलेगा ऐसा कोई प्रतीक्षा वहाँ नहीं है. പക്ഷേ അവൻ കടന്നുപോയ ഒരിടമുണ്ട്, അത് കർത്താവായ യേശുക്രിസ്തുവിന്റെ സന്നിധിയാ. लेकिन वो अपने यीशु मसीह की ओर निकट में गया.
അവിടെ ഇവിടെയും അലഞ്ഞു നടന്നില്ല. അവൻ കർത്താവിന്റെ സന്നിധിയിലേക്ക് ചെന്നു. किसी की खोज करके कहीं मिलेगा सोचकर उधर इधर नहीं भटका, बल्कि उसके दोस्त अच्छे दोस्त यीशु मसीह के पास गया. അവൻ ഒരു കാര്യം അറിയാം, ഏത് അർദ്ധരാത്രിയിലും തുറന്നിരിക്കുന്ന ഒരു സ്വർഗമുണ്ടെങ്കിൽ, തുറന്നിരിക്കുന്ന ഒരു ഇടമുണ്ടെങ്കിൽ അത് കർത്താവിന്റെ പരിശുദ്ധാത്മാവിന്റെ ഇടമാ. कितने भी रात क्यों ना हो, यदि हमारे लिए एक दरवाजा खुला है तो वो केवल यीशु मसीह का दरवाजा है. केवल यीशु मसीह के द्वार ही हमारे लिए उत्तर का रूप में खुल सकता है. ആ സമയത്ത് അവന് പലരുടെയും ഇടയ്ക്ക് കടന്നു പോകാം, പല കൂട്ടുകാരുടെയും ഇടയ്ക്ക് കടന്നു പോകാം. പക്ഷേ തനിക്കുണ്ടായ നേരത്തെ ഉണ്ടായ ഒരു എൻകൗണ്ടർ കാരണം, ഒരു ബന്ധം കാരണം അവൻ അറിയാം ഏത് അർദ്ധരാത്രിയിലും സഹായിക്കാൻ കഴിയുന്ന ഒരേ ഒരു കരം മാത്രമേ ഉള്ളൂ, അത് യേശു ക്രിസ്തുവിന്റെ കരമാ. वो व्यक्ति चाहते तो अपने दोस्तों के पास, अन्य लोगों के पास जा सकता था, लेकिन वो समझता था क्योंकि यीशु मसीह के पास जाएगा तो उसे उत्तर मिलेगा, जरूर मिलेगा, क्योंकि उसको पहले से ही यीशु मसीह के साथ एक व्यक्तिगत संबंध था, एक व्यक्तिगत मुलाकात था. അവിടെ രണ്ടാമത്തെ സുഹൃത്തായ യേശു ക്രിസ്തുവിന്റെ അടുക്കലേക്ക് ഈ ഒന്നാമത്തെ സുഹൃത്ത് കടന്നു ചെല്ലുമ്പോൾ അവിടെ എന്താണ് പറയുന്നത്? പൈതങ്ങളും എല്ലാവരും എന്റെ കൂടെ കിടക്കുന്നു, എനിക്ക് തുറന്നു തരുവാൻ കഴിയുകയില്ല. वो अगला दोस्त के सामने जाने के समय उसने इस प्रकार बोला, मेरे साथ मेरे बच्चे सो रहा है, इसलिए मैं दरवाजा नहीं खोल सकता है. അവിടെ പറയുന്നില്ല തന്റെ പക്കൽ അപ്പം ഇല്ല എന്ന്. वहाँ इस प्रकार नहीं कहते हैं कि मेरे पास रोटी नहीं है, ऐसे नहीं कह रहा है. ഞാൻ പരിശുദ്ധാത്മാവ് തരുന്ന ഒരു കാര്യം കൂടി ഇതിന്റെ ഇടയിൽ പറയുവാൻ ആഗ്രഹിക്കുന്നു. मैं पवित्र आत्मा से प्रेरित होकर एक और बात को बताना चाहता हूँ. അവിടെ യേശു ക്രിസ്തു ഇങ്ങനെ പറയുന്നു, താൻ പൈതങ്ങളുടെ കൂടെ കിടക്കുന്നു. और वहाँ लिखा है कि मैं बच्चों के साथ सो रहा हूँ. പൈതങ്ങൾ ഉറങ്ങുമ്പോഴും ഉറങ്ങാത്തൊരു ദൈവമുണ്ട്, അതാണ് യേശു ക്രിസ്തു. और बच्चे जब सो रहे हैं उस समय में भी उनकी ध्यान रखने वाला, उनके लिए जागने वाला एक परमेश्वर है, वो हमारा यीशु मसीह है. ഇസ്രായേലിന്റെ ദൈവം മയങ്ങുന്നില്ല, ഉറങ്ങുന്നില്ല. इस्राएलियों के परमेश्वर ना सोते हैं और ना ऊँघते हैं. നിങ്ങൾ ഉറങ്ങുമ്പോഴും നിങ്ങൾക്ക് പല പ്രതിസന്ധികൾ നടമാടുമ്പോഴും ഉറങ്ങാതെ നിങ്ങളെ സംരക്ഷിക്കുന്ന ഒരു കർത്താവുണ്ട്, അതാണ് യേശു ക്രിസ്തുവിന്റെ കരം. आप जब सोते हैं, आप जब परिश्रम करके विश्राम कर रहे हैं, उस समय में भी विश्राम को ना करते हुए आपके लिए जागने वाला, आपका रक्षा करने वाला एक परमेश्वर है. ഇനി എന്തൊക്കെ സംഭവിച്ചെന്ന് പറഞ്ഞാലും തന്റെ ജാഗ്രത കൈവടിയാതെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കർത്താവിന്റെ സന്നിധിയിൽ ഉറങ്ങുന്ന ഒരു കൂട്ടം ജനങ്ങളുണ്ട്. आपके लिए आप कुछ भी क्यों ना हो, लेकिन आपके लिए एक जागने वाला परमेश्वर है, आपकी रक्षा करने वाला एक परमेश्वर है. ആ ദൈവത്തിന്റെ അടുക്കലേക്ക് ഈ കൂട്ടുകാരൻ ഓടിച്ചെല്ലുകയാ. उस परमेश्वर की निकटता की ओर वो दोस्त दौड़ कर जा रहा है. യേശു ക്രിസ്തു അവിടെ ദൈവം അവിടെ പറയുന്നു, എനിക്ക് തുറക്കുവാൻ സാധിക്കില്ല. और उधर इस प्रकार पहला दोस्त बताते हैं कि मैं अभी उठकर दरवाजा नहीं खोल पाऊंगा. എനിക്ക് തുറക്കുവാൻ സാധിക്കില്ല എന്ന് പറയുമ്പോഴും താൻ മുൻ അനുഭവിച്ച ആ വിശ്വാസത്തെ കൈവടിയാതെ അവൻ പിന്നെയും ആ വാതിൽക്കൽ തന്നെ നിൽക്കുകയാ. जब दोस्त ने इस प्रकार बताया, मैं आगे उठकर खोल नहीं सकता, फिर भी वो कड़कड़ाते रहा, क्योंकि उनने पहले ही महसूस कर लिया था कि वो कभी मुझे नहीं छोड़ेगा. സകല ഭാരവും അവന്റെ കാലുകളിൽ പറ്റിപ്പിടിക്കാതെ വിശ്വാസത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് അവൻ പിന്നെയും ആ വാതിൽക്കൽ നിൽക്കുകയാ. बड़ा विश्वास के साथ, एक नए आशा के साथ उस दरवाजा की कटकड़ाते हो रहा है. അവൻ പിണങ്ങി തിരിഞ്ഞു പോകുന്നില്ല. वो कुटकुटाते हुए पीछे मुड़कर नहीं जा रहा ഇന്ന് है. പലരും എന്തെങ്കിലും ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ, സമയത്തിന് ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ പലരും വിശ്വാസത്തിൽ നിന്ന് പിന്തിരിഞ്ഞു പോകുമ്പോൾ ഇതാ ഒരു മനുഷ്യൻ പിന്തിരിഞ്ഞു പോകാതെ അവിടെ തന്നെ നിൽക്കുന്നു. देखिए, एक व्यक्ति जब कुछ प्रार्थना करते उसका ना उत्तर ना मिलने पर पीछे मुड़कर भाग जाते हैं, लेकिन इधर देखिए वो दोस्त जब रात की उस समय में भी कटकटाते रहा, जब तक वो नहीं मिला तब तक वो कटकटाते रहा. പിന്തിരിഞ്ഞു പോകാതെ നിൽക്കുന്നവന്റെ മുന്നിൽ തുറക്കുന്ന ഒരു സ്വർഗമുണ്ട്. जो पीछे मुड़कर ना भागते हैं, जो दृढ़ता के साथ रहते हैं, उनके लिए खोलने वाला एक दरवाजा है. ലഭിച്ചില്ല എന്ന് വിചാരിച്ച്
പിന്തിരിഞ്ഞു പോകുന്നവന്റെ മുന്നിൽ തുറക്കുന്ന ഒരു സ്വർഗമല്ല ദൈവത്തിന്റെ കരം. जो मुझे नहीं मिला, मेरे उत्तर नहीं मिला, इसको समझकर पीछे मुड़कर जाने वालों के लिए परमेश्वर का दरवाजा नहीं खुलता. फिर भी यदि आप दृढ़ता के साथ रुकते हैं, मुझे आशीष मिलेगा, इस प्रार्थना का प्रयास करते हैं, तो परमेश्वर आपके लिए एक दरवाजा खोलेगा. ഈ വാതിൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ വാതിലാ. ആ വാതിൽ തുറന്നാൽ ആർക്കും അടയ്ക്കാൻ സാധിക്കില്ല. ആ വാതിൽ അടച്ചാൽ പിന്നെ ആർക്കും തുറക്കുവാനും സാധിക്കില്ല. देखिए, यीशु मसीह के द्वारा दिया गया एक द्वार है, यीशु मसीह का द्वार है. वो यीशु मसीह के द्वार मनुष्य के द्वारा खोल नहीं सकता. कोई मनुष्य उसे बंद करना चाहते हैं तो वो बंद भी नहीं कर सकता. ആ വാതിൽ തുറന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണുന്ന ഒരു ദൃശ്യമായ ഒരു ലോകമുണ്ട്. അത് കർത്താവിന്റെ തേജസ്സേറിയ പൊന്മുഖമാ. और उस द्वार जब खुलते हैं, आप केवल एक ही बात को केंद्रित हो पाएंगे, एक ही बात को देख सकते हैं. वो यीशु मसीह का तेजोमय चेहरा है. ആ കർത്താവിന്റെ മഹത്വമേറിയ ആ മുഖത്തിന്റെ മുന്നിൽ തുറക്കപ്പെടുന്ന അടയ്ക്കപ്പെടുന്ന യാതൊരു വാതിലുകളുമില്ല. उस तेजोमय परमेश्वर का उस महिमामय उपस्थिति के अंदर आपकी कोई परेशानी आपको रोक नहीं सकता है. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്ന പോലെ തന്റെ മഹത്വത്തിനൊത്തവണ്ണം തന്റെ തേജസ്സിനൊത്തവണ്ണം നിങ്ങളുടെ സകല ബുദ്ധിമുട്ടുകളും തീർത്തു തരുന്ന ഒരു കർത്താവാണ്. फिलिपियों की पत्री में जिस प्रकार लिखा है, अपने महिमा के अनुसार आपके हर एक गड्डियों को अपने महिमा के अनुसार वो पूरा करेगा. പക്ഷേ ആ മഹിമയുള്ള ആ തേജസ്സുള്ള ആ വാതിൽ നിങ്ങൾക്ക് കാണണമെങ്കിൽ, ആ തേജസ്സേറിയ പൊന്മുഖം കാണണമെങ്കിൽ പിണങ്ങി പോകാതെ സ്ഥിരതയോടെ നിൽക്കണം. यदि उस तेजोमय चेहरे की ओर आपको ध्यान देना है, यदि महिमा में परमेश्वर की उपस्थिति की ओर महसूस करना है, तो आपको पीछे मुड़ने जाने की आवश्यकता नहीं. आप धीरज के साथ, दृढ़ता के साथ आगे बढ़ते रहना है. സ്ഥിരതയോടെ നിൽക്കണമെങ്കിൽ നിങ്ങൾ കർത്താവുമായി ഒരു എൻകൗണ്ടർ ഉണ്ടാകണം. यदि दृढ़ता के साथ, धीरज के साथ आपको रुकना है, तो परमेश्वर के साथ एक व्यक्तिगत मुलाकात आपको होना है. അതേ നമ്മൾ വചനത്തിൽ കാണുന്നു, ദൈവവുമായി ഒരു എൻകൗണ്ടർ ഉണ്ടായ പല വ്യക്തികളുടെ ജീവിതത്തിലും താൻ അനുഭവിച്ച പ്രശ്നങ്ങളുടെ നടുവിൽ താൻ പിന്തിരിഞ്ഞു പോകുന്നില്ല. और हम वचन के अनुसार देखते हैं, वचन में देखते हैं, जो लोग परमेश्वर यीशु मसीह के साथ मुलाकात किया, जो परमेश्वर के साथ व्यक्तिगत संबंध बिताया, वो कभी नाश ना होते हुए हम देखते हैं. അതേ നമ്മൾ വചനത്തിൽ കാണുന്നു, മോശ, അബ്രഹാം, നോഹ എന്ന് തുടങ്ങിയ പല വിശ്വാസ വീരന്മാരുടെയും ജീവിതത്തിൽ താൻ അനുഭവിച്ച എൻകൗണ്ടർ കാരണം താൻ മുന്നമേ വിശ്വാസത്തിൽ മുന്നിട്ട് നിൽക്കുവാൻ ഇടയാകുന്നു. बाइबल हमें मूसा के बारे में, नूह के बारे में, अब्राहम के बारे में सिखाते हैं. वो यीशु मसीह के साथ, परमेश्वर के साथ एक मुलाकात रखने के बाद वो कभी पीछे मुड़कर नहीं गया. സീനായി പർവ്വതത്തിൽ പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൽ ദൈവവുമായി ഒരു എൻകൗണ്ടർ ഉണ്ടായത് മൂലം ബലഹീനനായ മോശയെ ബലപ്പെടുത്തുവാനിടയായി. सिनाई पर्वत के ऊपर मूसा ने जब परमेश्वर के साथ मुलाकात किया, वो जो कमजोर होने के बावजूद भी परमेश्वर ने एक सामर्थ के साथ उसे इस्तेमाल किया. വചനത്തിൽ ഇങ്ങനെയാ പറയുന്ന എബ്രായർക്ക് എഴുതിയ ലേഖനം 11 ഹല്ലേലൂയ ഇങ്ങനെ പറയുന്നു, താൻ അദൃശ്യനായ ദൈവത്തെ കണ്ടതുപോലെ ഉറച്ചു നിന്നു. പ്രശ്നത്തിന്റെ നടുവിൽ ഉറച്ചു നിന്നതുകൊണ്ട് ഫറവോന്റെ കോപം അവഗണിച്ചുകൊണ്ട് അവൻ മുന്നോട്ട് പോയി. और इब्रानियों की पत्री 11 अध्याय में हम देखते हैं, अदृश्य परमेश्वर को देखने के वजह से वो दृढ़ रहा और फरो की हर एक बातों को छोड़कर वो आगे बढ़ता गया. അദൃശ്യനായ ഒരു ദൈവത്തെ കണ്ടു അവൻ. और अदृश्य परमेश्वर को मूसा ने देखा था. 6 ലക്ഷം ചോദ്യങ്ങൾ തന്റെ പിന്നിൽ ഉയരുമ്പോഴും അവൻ അദൃശ്യനായ ദൈവത്തെ കണ്ടതുപോലെ വിശ്വസിച്ച് നിന്നതുകൊണ്ട് ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ആരോടോ ഇടപെടുന്നു. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവുമായി ഒരു എൻകൗണ്ടർ ഉണ്ടാവുകയാണെങ്കിൽ ഇന്ന് നിങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നത്തിന്റെ മുന്നിൽ നിങ്ങൾ ഇന്നും മടുത്തു പിണങ്ങി പോകുകയില്ല. और पीछे मूसा के पीछे करीबन 6 लाख प्रश्न उठ रहा था. उन सारे प्रश्नों के बीच में भी मूसा दृढ़ रहा, क्योंकि परमेश्वर के साथ उसका एक व्यक्तिगत मुलाकात हुआ था. मैं पवित्र आत्मा में होकर आपको इस प्रकार बोलना चाहता हूँ, यदि पवित्र आत्मा के परमेश्वर के साथ एक मुलाकात आपको होगा, तो आपकी हर एक परेशानी के अंदर भी आप स्थिरता के साथ, दृढ़ता के साथ रहने को मौका मिलेगा. ഉറച്ചു നിൽക്കുന്നവന്റെ
മുന്നിൽ തീയുടെ നടുവിൽ ഉറച്ചു നിൽക്കുന്നവന്റെ മുന്നിൽ കടന്നു വരുന്ന ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. कोई भी आग की कुंड ना हो, उस कुंड के अंदर भी तेज आग के बीच में भी यदि आप स्थिरता के साथ रहते, दृढ़ता के साथ रहते, आपके साथ उतराने वाला एक परमेश्वर हमारे बीच में है. വചനത്തിൽ ഇങ്ങനെ പറയുന്നു, 3 കൂട്ടുകാർ തന്റെ വിശ്വാസത്തിൽ നിന്ന് പുറകോട്ട് പോകാമായിരുന്ന അനേക സാഹചര്യങ്ങൾ ഉണ്ടായാലും തീയുടെ സാഹചര്യങ്ങൾ വന്നപ്പോഴും താൻ വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് മഹിമയേറിയ കർത്താവിന്റെ ഒരു ദൂതരെ. और हम देखते हैं वचन के अंदर चंद्रक मेषक अबेद्रहो जब रुका था, एक साथ दृढ़ता के साथ रुका था, परमेश्वर को ना छोड़ते हुए उस आग के अंदर रुका था. उसी समय परमेश्वर का एक सामर्थ उनके बीच में आया. परमेश्वर खुद उस आग के अंदर उतर आया. അതെ, നിങ്ങൾ ആയിരിക്കുന്ന സാഹചര്യത്തിൽ നിങ്ങളുടെ ബന്ധുമിത്രാദികൾ പറഞ്ഞിരിക്കാം, നിങ്ങൾ ആയിരിക്കുന്ന സാഹചര്യത്തിൽ നിന്നും നിങ്ങളുടെ വിശ്വാസത്തിൽ നിന്ന് പിന്തിരിഞ്ഞു പോവുക എന്ന് പറഞ്ഞേക്കാം. कई लोग आपको ऐसे कहा होगा, आपकी परिस्थिति के अंदर से परमेश्वर को त्याग कर पीछे हो जाओ, आप नष्ट हो जाएगा. इस प्रकार से जाने के समय എന്തിനായി ദൈവത്തിന്റെ സന്നിധിയിൽ വന്നു എന്ന് പലരും നിങ്ങളോട് ചോദിച്ചേക്കാം. कई लोग इस प्रकार पूछते होगा, इस परमेश्वर का पीछे चलने से आपको क्या लाभ है? എന്ത് നേടി എന്ന് ചോദിച്ചിരിക്കാം. इस प्रकार से आपसे पूछा होगा, इस परमेश्वर के पीछे चलने से आपने क्या पाया है? പക്ഷേ ഈ ലോകത്തിലെ എന്ത് നേടുന്നതിലല്ല, നിത്യരക്ഷ നേടുന്നതിലാ കാര്യം. इस दुनिया में कुछ भी प्राप्त करने से उत्तम यही है कि हम आनंद जीवन को प्राप्त करें. പല കാര്യങ്ങളും ലോകത്തിന്റെ കല്ലറ കൊണ്ട് അവസാനിക്കുമ്പോൾ ദൈവവുമായുള്ളൊരു ബന്ധം, ആ നിത്യരക്ഷയുമായുള്ളൊരു ബന്ധം നിങ്ങളെ നിത്യതയോളം എത്തിക്കുന്നു. कई बात प्राप्त करने के बाद भी हर एक बातों को हमारे मृत्यु के साथ, हमारे कब्र के साथ उधर कदम होते हैं, लेकिन पवित्र आत्मा के साथ, परमेश्वर के साथ एक मुलाकात होते है. वही मुलाकात अनंत काल की ओर हमें लेकर चलता है. സിംഹത്തിന്റെ കുഴിയിൽ ഇടുമെന്ന് പറയുമ്പോഴും വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നവന്റെ സിംഹക്കുഴിയിൽ കടന്നു വരുന്ന ഒരു ദൈവ സാന്നിധ്യം ഇന്ന് രാത്രി ഇതാ പ്രവർത്തിക്കുന്നു. शेर के मांदों में यदि डाला जाएगा, उस मान के अंदर भी शेर से बढ़कर परमेश्वर उतर आता है. യെരിഹോ മതിലിന്റെ മുന്നിൽ പകച്ചു നിൽക്കുമ്പോഴും താൻ അനുഭവിച്ച വിശ്വാസത്തിൽ മുന്നിട്ട് നിൽക്കുന്ന യോശുവയുടെ മുന്നിൽ ഇതാ യെരിഹോ മതിൽ തകർന്നു വീഴുന്നു. एरिहो दीवार की समान एक दीवार आपकी परेशानी बनकर आपके सामने खड़ा होगा. जिस प्रकार एरिहो दीवार और योशुआ के सामने जो विश्वास में दृढ़ था, जो विश्वास के साथ जी रहा था, उनके सामने गिर पड़ा. उसी प्रकार हर एक परेशानी आपकी जीवन के सामने भी विश्वास के साथ जिएगा तो गिर पड़ेगा. 6 ലക്ഷം ചോദ്യങ്ങൾ കേട്ട് പിന്തിരിഞ്ഞു പോന്ന ഒരു മോശയായിരുന്നുവെങ്കിൽ ഹല്ലേലൂയ, ഞാനും നിങ്ങളും പോലും ഇന്നിവിടെ കണ്ടെന്ന് വരില്ല. यदि 6 लाख सवालों को सुनकर उसी पीछे मुड़ने वाला मूसा यदि होता, तो हम में से कई लोग भी इस प्रकार आज खड़ा नहीं रह पाता. അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും താങ്കൾ ആയിരിക്കുന്ന സ്ഥലത്ത് കരങ്ങളെ അടിച്ചുകൊണ്ട് ഹല്ലേലൂയ, വിശ്വാസത്തിൽ എന്നും മുന്നേറും, വിശ്വാസത്തിൽ എന്നും മുന്നേറും എന്ന് ചേരുന്ന ഗാനം കരങ്ങളെ അടിച്ചു പാടാം. क्या हम विश्वास में दृढ़ होकर आगे बढ़ सकते हैं? इस प्रकार मुझसे मेरे साथ गा सकते हैं कि मैं विश्वास में आगे बढ़ूंगा, मैं विश्वास की आगे बढ़ूंगा. विश्वास करने वाला ताली बजाकर इन गानों को വിശ്വാസത്തിൽ പിന്തിരിഞ്ഞു പോകുന്ന ഒരു സമൂഹത്തിന്റെ കൂടെ നിങ്ങൾ ചേർക്കപ്പെട്ടു പോകരുത്. विश्वास को त्याग कर पीछे मुड़ने वाले लोगों के साथ आप नहीं होना, अविश्वास में आगे बढ़ना है. നിങ്ങൾക്ക് മുന്നിൽ കൊട്ടിയടക്കപ്പെട്ടു എന്ന് വിചാരിക്കുന്ന വാതിലിന്റെ മുന്നിൽ പിണങ്ങി തിരിഞ്ഞു പോകരുത്. അവിടെ വിശ്വസ്തയോടെ നിൽക്കുക. നിങ്ങൾക്ക് വേണ്ടി ആരും അടയ്ക്കാത്ത, ആരും തുറക്കാത്ത ഒരു വാതിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി തുറക്കും. भले आपके सामने कई दरवाजा बंद हो, आप कटकटाते रहो, आप कटकटाते रहो, विश्वास के साथ दृढ़ रहो. आपके लिए एक दरवाजा खोलेगा. वो दरवाजा कोई भी मनुष्य बंद नहीं कर सकता. परमेश्वर आपको सारे प्रार्थना को उत्तर को देगा. അങ്ങനെയാണെങ്കിൽ കരങ്ങളെ അടിച്ചുകൊണ്ട് വിശ്വാസത്തിൽ നിന്ന് മുന്നേറുക എന്നുള്ള ഗാനം നമുക്ക് പാടാൻ ചേർന്നുകൊണ്ട്. यदि ऐसा है तो मेरे साथ ये गाना गा सकते हैं कि हम विश्वास में आगे बढ़ेंगे. വിശ്വാസത്തിൽ എന്നും മുന്നേറും ഞാൻ,
വിശ്വാസത്താൽ എല്ലാം ചെയ്തിടും ഞാൻ, വിശ്വാസത്തിൽ എന്നും മുന്നേറും ഞാൻ, വിശ്വാസത്താൽ എല്ലാം ചെയ്തിടും ഞാൻ. ഒന്നും അസാധ്യമായില്ല എന്റെ മുൻപിൽ, ഇനി ജയം എനിക്കുണ്ട്. ഒന്നും അസാധ്യമായില്ല എന്റെ മുൻപിൽ, ഇനി ജയം എനിക്കുണ്ട്. ഞാനൊട്ടും പിന്മാറുകില്ല, വിശ്വാസ ചുവടുകൾ മുന്നോട്ട് മുന്നോട്ട്. ഞാനൊട്ടും പിന്മാറുകില്ല, വിശ്വാസ ചുവടുകൾ മുന്നോട്ട് മുന്നോട്ട്. ആരെല്ലാം എതിർത്താലും എന്തെല്ലാം ഭാവിച്ചാലും പിന്മാറുകില്ല ഇനി ഞാൻ. അധികാരത്തോടെ ഇനി കൽപ്പിക്കും ഞാൻ, പ്രതികൂലങ്ങൾ മാറിപ്പോകും. അധികാരത്തോടെ ഇനി കൽപ്പിക്കും ഞാൻ, പ്രതികൂലങ്ങൾ മാറിപ്പോകും. ഒന്നും അസാധ്യമായില്ല എന്റെ മുൻപിൽ, ഇനി ജയം എനിക്കുണ്ട്. ഒന്നും അസാധ്യമായില്ല എന്റെ മുൻപിൽ, ഇനി ജയം എനിക്കുണ്ട്. ആകുല ചിന്തയാൽ നിറയുകില്ല, ഭാരങ്ങളോർത്തിനി കരയുകില്ല. ആകുല ചിന്തയാൽ നിറയുകില്ല, ഭാരങ്ങളോർത്തിനി കരയുകില്ല. തക്ക സമയത്തെനിക്കെല്ലാം ഒരുക്കുന്നവനൊരിക്കലും കൈവിടില്ല. തക്ക സമയത്തെനിക്കെല്ലാം ഒരുക്കുന്നവനൊരിക്കലും കൈവിടില്ല. ഞാനൊട്ടും പിന്മാറുകില്ല, വിശ്വാസ ചുവടുകൾ മുന്നോട്ട് മുന്നോട്ട്. കരകളടിച്ചുകൊണ്ട് ഞാനൊട്ടും പിന്മാറുകില്ല, വിശ്വാസ ചുവടുകൾ മുന്നോട്ട് മുന്നോട്ട്. ആരെല്ലാം എതിർത്താലും എന്തെല്ലാം ഭാവിച്ചാലും പിന്മാറുകില്ല ഇനി ഞാൻ. കരകളെ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. എല്ലാവരും വിശ്വാസത്തിൽ നിന്ന് പിന്നോട്ട് പോകുമെന്ന് വിചാരിക്കുന്നതിന്റെ നടുവിൽ ഹല്ലേലൂയ പരിശുദ്ധാത്മാവിൽ ബലപ്പെട്ടു നിൽക്കുകയാണെങ്കിൽ ഹല്ലേലൂയ നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന പ്രശ്നങ്ങളിൽ നിന്നും അവൻ വിടുവിക്കും. ഓ അധികാരത്തോടെ ഇനി കൽപ്പിക്കും ഞാൻ, പ്രതികൂലങ്ങൾ മാറിപ്പോകും. ഒന്നും അസാധ്യമായില്ല എന്റെ മുൻപിൽ, ഇനി ജയം എനിക്കുണ്ട്. ഒന്നും അസാധ്യമായില്ല എന്റെ മുൻപിൽ, ഇനി ജയം എനിക്കുണ്ട്. ശത്രു ജയിക്കുമെന്നോ ഭാവി നശിക്കുമെന്നോ ഇനിമേൽ ഭയപ്പെടില്ല. സാത്താന്യ ശക്തിയിന്മേൽ ശാപ ബന്ധനത്തിന്മേൽ ജയം എനിക്കുണ്ട്. തക്ക സമയത്തെനിക്കെല്ലാം ഒരുക്കുന്നവനൊരിക്കലും കൈവിടില്ല. ഓ ഗ്ലോറി ഹല്ലേലൂയ. ഓ റഖാദാരതേനെ റിഖാദാരതാരതാരദാ ഓ റിഖാദാരതേരതേരതരദാരാ റിഖാദതേരതേരെ റിഖാദതേരതാര റിഖാദതാരതേരെ റിഖാദതാരതേരെ റിഖാദതേരതേരെ റിഖാദതതാ റിഖാദതാരതേ റിഖാദതാരതേ റുഖാമചകതാരാ. ഓ ഹല്ലേലൂയ. നിങ്ങളായിരിക്കുന്ന സ്ഥലങ്ങളിൽ കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ. ഒരിക്കൽ കൂടി കണ്ണുകളെ അടച്ചുകൊണ്ട് ഹല്ലേലൂയ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവേ, അങ്ങ് ഞങ്ങളുടെ സന്നിധിയിലേക്ക്, കർത്താവ് ഞങ്ങളുടെ ഇടയിലേക്ക് കടന്നു വന്നതിനായിട്ട് സ്തോത്രം. ഹല്ലേലൂയ. परमेश्वर हम आपकी उपस्थिति हमारे बीच में भेजा, इसलिए हम आपको धन्यवाद देते हैं. കർത്താവ് ഈ വചനത്തിൽ കൂടി ഞങ്ങളെ ബലപ്പെടുത്തിയതിനായിട്ട് സ്തോത്രം. आपकी वचनों से हमें तृप्त किया, इसलिए हम आपको धन्यवाद करते हैं. കർത്താവെ, അടികളെ കേൾക്കുന്ന ആരെങ്കിലും ഇന്ന് ബുദ്ധിമുട്ടിലോ പ്രയാസത്തിലോ വിശ്വാസത്തിന് പിന്മാറ്റത്തിലോ ആയിരിക്കുന്നെങ്കിൽ परमेश्वर में सुनने वाला कोई भी क्लेश से, कोई भी कष्ट से गुजर रहा है तो കർത്താവെ അവരെ എല്ലാം മടക്കി കൊണ്ടുവരണമെന്ന് പ്രാർത്ഥിക്കുന്നു. परमेश्वर उनके विश्वास को
दृढ़ करके उन्हें लौटाने के लिए हम प्रार्थना करते हैं। കർത്താവേ, അവർ എന്തെങ്കിലും പ്രശ്നത്തിലായിരിക്കുന്നെങ്കിൽ പലരും അവരുടെ വിശ്വാസത്തിൽ നിന്ന് പിന്തിരിഞ്ഞു പോകുക എന്ന് പലരും പറയുന്നുവെങ്കിലും परमेश्वर कोई भी क्लेश में क्यों ना हो, अपने विश्वास को त्याग कर पीछे मुड़ने के लिए वो सोच रहा है, കർത്താവ് വിശ്വാസത്യാഗം സംഭവിക്കാതെ മുന്നോട്ട് പോകുവാൻ ഈ കുഞ്ഞുങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. के विश्वास को दृढ़ करते हुए आगे बढ़ाने के लिए हम प्रार्थना करते हैं। കർത്താവേ, ഇവരെ എല്ലാം വാഴ്ത്തി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. परमेश्वर सबको आशीष करने के लिए हम प्रार्थना करते हैं। ഇത്രയും നേരം പരിശുദ്ധാത്മാവിന്റെ കവിഞ്ഞൊഴുകുന്ന അഭിഷേകം ഞങ്ങൾക്ക് തന്നതിനായിട്ട് ദൈവത്തോട് സ്തോത്രം ചെയ്യുന്നു. परमेश्वर अभी तक पवित्र आत्मा की बड़ी उपस्थिति के साथ हमें चलाया है, इसलिए हम आपको धन्यवाद करते हैं। എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ജീവൻ അർപ്പിച്ച് രണ്ടാമത് വരുന്നവനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. सब कुछ प्रभु यीशु मसीह के नाम से, जो हमारे लिए उद्धारकर्ता बनकर आया है और हमारे लिए जान दिया है और हमारे लिए वापस आने वाला है, उस परमेश्वर के नाम से मांगते हैं। സമാധാനം കൊണ്ട് നിറയ്ക്കുന്നതിനായിട്ട് സ്തോത്രം. शांति के साथ हमें भेज रहा है, इसलिए धन्यवाद। യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. यीशु मसीह के नाम से मांगते हैं। God bless you and I bless you in Jesus almighty name. Amen. 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 आशीष दे और परमेश्वर आपको एक आशीष का कारण बनाए। आमीन। ഹല്ലേലൂയ. കരങ്ങളെ കർത്താവിനെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട പ്രഭു കർത്താവിൻ്റെ വചനം കേൾക്കുവാൻ, സന്ദേശം കേൾക്കുവാൻ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ വലിയ അവസരം തന്നവർക്ക് കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രി ഒരിക്കൽ കൂടെ കർത്താവിൻ്റെ സന്നിധി നമുക്ക് ഒരുമിച്ച് ഇങ്ങനെ ആരാധിക്കുവാനും പ്രാർത്ഥിക്കാനും ഒക്കെ കർത്താവ് നല്ല അവസരം തന്നതല്ലോ. തീർച്ചയായും നാളെ ഇതേ സമയത്ത് ഈ മീറ്റിംഗ് ഉണ്ടായിരിക്കുന്നതാണ്. തീർച്ചയായും നിങ്ങളെല്ലാവരെയും വീണ്ടും ഞങ്ങൾ ഈ മീറ്റിങ്ങിലേക്ക് ക്ഷണിക്കുന്നു. പ്രത്യേകം നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങളെല്ലാം നിങ്ങൾക്ക് ഈ ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ നിങ്ങൾ വിളിക്കുകയും നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ ഷെയർ ചെയ്യുകയും ചെയ്യേണ്ടതാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കർത്താവ് ഭാഗ്യം നൽകി. ദേവദാസനോട് നമ്മൾ കേട്ടല്ലോ, സക്കായിയുടെ ഭവനത്തിൽ യേശു വന്നപ്പോൾ തൻ്റെ കുടുംബത്തിനുണ്ടായ മാറ്റങ്ങളെക്കുറിച്ച് നമ്മൾ കേട്ടു. ഹല്ലേലൂയ. ഇന്ന് രാത്രി നമ്മുടെ കുടുംബത്തിലൊരു മാറ്റം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങൾ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ? അങ്ങനെയുള്ളവരൊന്ന് കരങ്ങൾ ഉയർത്തിയാട്ടെ. കർത്താവ്, ഇന്ന് രാത്രി ഞങ്ങൾ നല്ലൊരു മാറ്റം, ഞങ്ങളുടെ കുടുംബത്തിൽ ഒരു വ്യത്യസ്തത ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഇന്നലെ വരെ ഇല്ലാത്തൊരു സമാധാനം ഇന്ന് രാത്രി ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഇന്നലെ വരെ ഇല്ലാത്ത ഞങ്ങളുടെ ജീവിതത്തിലെ ആ സമാധാനം ഞങ്ങൾ ഇന്ന് രാത്രി ആഗ്രഹിക്കുന്നു. ദൈവമേ, ഇന്ന് രാത്രിക്കാലം എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട് സക്കായിയുടെ ജീവിതത്തിൽ യേശു ചെയ്ത അത്ഭുതങ്ങൾ, ആ വിടുതൽ, ആ ഒരു നിത്യ ജീവന്റെ മൊഴികൾ യേശു തന്നോട് പങ്കുവെച്ചത് ഇന്ന് രാത്രി യേശു നമ്മോടും പങ്കുവെക്കണമെന്ന് ആഗ്രഹത്തോടെ നമ്മൾ യേശുവിൻ്റെ അടുക്കിലേക്ക് ചെല്ലുമ്പോൾ യേശു നമ്മുടെ ആവശ്യങ്ങൾ അറിയുന്ന ദൈവമാണ്. സക്കായിയുടെ ഹൃദയത്തിൽ ഒരേ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ, യേശുവിനെ ഒന്ന് കാണണം, അവൻ എങ്ങനെയുള്ളവരെന്ന് അറിയണം. യേശുവിനെ കാണണമെന്ന് മാത്രമേ സക്കായി ആഗ്രഹിച്ചുള്ളൂ. എന്നാൽ സക്കായി ഹൃദയത്തിൽ ആഗ്രഹിച്ചത് വ്യക്തമായി അറിഞ്ഞ യേശു കർത്താവ് അവനെ കാണുക മാത്രമല്ല, അന്ന് രാത്രി അവനോടൊപ്പം സമയം ചെലവഴിക്കാൻ യേശു വിശ്വസനാണ്. ഇന്ന് രാത്രി നിങ്ങൾ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ? കർത്താവെ, ഞാൻ നിന്നെ ഒന്ന് അറിയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സൗഖ്യം തരുന്ന, വിടുവിക്കുന്ന, പാപങ്ങളിൽ നിന്ന് വിടുതൽ നൽകുന്ന, രോഗങ്ങൾക്ക് സൗഖ്യം നൽകുന്ന, സമാധാനമില്ലാത്ത ഞങ്ങളുടെ കുടുംബത്തിൽ സമാധാനം നൽകുന്ന യേശുവിനെ എനിക്കൊന്ന് അറിയണം, എനിക്കൊന്ന് കാണണമെന്ന് ആഗ്രഹിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങളുടെ ആഴമേറിയ ആഗ്രഹമുണ്ടല്ലോ, അത് യേശു സാധിപ്പിക്കാനിടയായി തീരും. സക്കായി പറഞ്ഞു, യേശു എങ്ങനെയുള്ളവരെന്ന് കാണാൻ ആഗ്രഹിച്ചപ്പോൾ യേശു അവൻ്റെ ഭവനത്തിൽ പറഞ്ഞു, ഇന്ന് രാത്രി നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ, നിങ്ങൾ ആഗ്രഹിക്കുമ്പോൾ തന്നെ യേശു നിങ്ങളുടെ ഭവനത്തിലേക്ക് കടന്നു വരാനിടയായി തീരും. ഒരു ദിവസം കണ്ണുകളുടെ അച്ചാട്ടെ പ്രാർത്ഥിച്ച കർത്താവേ, സക്കായിയെ പോലെ ഞാൻ ഇന്ന് രാത്രി ആഗ്രഹിക്കുന്നു, യേശുവിനെ കാണാൻ അനുഭവിക്കുവാൻ ആഗ്രഹിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ഭവനത്തിലേക്ക് അങ്ങേ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് വരെ യേശുവിനെ ആരെങ്കിലും കേട്ടിട്ടില്ല എങ്കിൽ, ഇന്ന് വരെ യേശുവിനെ ആരും സ്വന്തമായി സ്വീകരിച്ചിട്ടില്ലെങ്കിൽ, ഇന്ന് രാത്രി നിങ്ങളുടെ ഭവനത്തിലേക്ക് മാത്രമല്ല, നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക്, ഹൃദയമാകുന്ന ഈ മന്ദിരത്തിലേക്ക്, ഈ ഒരു ആലയത്തിലേക്ക് നിങ്ങൾ അവനെ സ്വാഗതം ചെയ്യാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗീയ നല്ല കർത്താവ്, ഇന്ന് രാത്രികാലം ഞങ്ങൾ അങ്ങയുടെ സന്നിധിക്ക് അടുത്ത് വരുമ്പോൾ
ഇന്ന് കർത്താവ് ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും തിരക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കണം. വചനം കേട്ടവർ എല്ലാവരുടെ ഹൃദയത്തിൽ ഇന്ന് രാത്രി ഒരു വലിയൊരു വ്യത്യാസം ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അപ്പം കടന്നു എല്ലാ പ്രിയപ്പെട്ട കർത്താവ് അനുഗ്രഹിക്കണമേ, സഹായിക്കണേ. രോഗികളായി ഭാരപ്പെടുന്നവരെ കർത്താവ് ഇന്ന് രാത്രി സൗഖ്യമാക്കണമേ. വേദനയിലായിരിക്കുന്നവർ ഇന്ന് രാത്രി കർത്താവ് വിടുവിക്കണമേ. ഇന്ന് രാത്രി കർത്താവ് കടഭാരങ്ങളാൽ ആത്മഹത്യയുടെ വക്കിലായിരിക്കുന്ന കുടുംബങ്ങളെ സ്വർഗമേ അവിടുന്ന് വിടുവിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങേക്ക് മാത്രമേ കർത്താവേ വിടുവിക്കാൻ കഴിയത്തുള്ളൂ. കർത്താവേ സ്തോത്രം. ഇന്ന് രാത്രിക്കാലം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരും അനുഗ്രഹിക്കണം. അവർ ആവശ്യങ്ങളെ കൂടെ ഇരിക്കണമേ. അവരുടെ ഹൃദയത്തിൽ അവിടെ വസിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. തിരുക്കണ്ടെ കേൾപ്പിക്കുന്നു കർത്താവ്. വചനം സംസാരിക്കുന്ന ദാസന്മാരെ ബലപ്പെടുത്തി ആരാധന ലീഡിയോ ഞങ്ങളുടെ ദാസന്മാരെ ശക്തീകരിച്ചനായി സ്തോത്രം. ഇന്ന് രാത്രി ഞങ്ങൾക്ക് അവസരത്തിനായി സ്തോത്രം. എല്ലാ നന്മകൾക്കായി സ്തോത്രം. ഞങ്ങളുടെ ദേശത്തിന് സൗഖ്യം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. തിരുക്കണ്ടെ കേൾപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹം, പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും ആശീസ്സും നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും നാം പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടും നമ്മോടും കൂടി എന്നും എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ജയന്ന കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളുടെ ധാരണമാനുഗ്രഹയുടെ ഈ സമയം വരെ ഞങ്ങളുടെ ഒപ്പമായിരുന്നതിൽ ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി ഞങ്ങൾ അറിയിക്കുന്നു. നാളെ ഇതേ സമയത്ത് നമ്മൾ വീണ്ടും കാണും. നിങ്ങളുടെ പ്രാർത്ഥന റിക്വസ്റ്റുകൾ, പ്രാർത്ഥന നിങ്ങൾ ഈ ഡിസ്പ്ലേ കാണുന്ന നമ്പർ വിളിച്ചറിയിക്കുക. കർത്താവ് നമ്മളെല്ലാവരും ഒരുപോലെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.